കാലാകാലങ്ങളായി നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു വാക്ക് എന്ന് പറയട്ടെ, ജനറേഷൻ ഗ്യാപ്പ്. അതെ, ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മക്കള് വളർന്നു വരുമ്പോൾ ഇതേ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവരും നമ്മളോട് ചോദിക്കുന്നത് ഇതെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് ഈ ജനറേഷന് മാത്രം ഉണ്ടായ കാര്യമൊന്നുമല്ല, അത് കാലാകാലങ്ങളായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഈ എക്സ്പെക്ടേഷൻ കൂടുതലാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കുന്നില്ല, അവർ ചെയ്യുന്നില്ല, അവർ സംസാരിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മളൊരു പ്രീസെറ്റ് ആയിട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അവരങ്ങനെ അല്ലാതാവുമ്പോൾ പഠിക്കുന്നില്ല, എന്ത് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, പല പ്രശ്നങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ പാരന്റ്സ് നമ്മളെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്ത് അതുപോലെ അല്ല നമ്മുടെ മക്കളെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അവർക്ക് ഫ്രീഡം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. പക്ഷെ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ചരട്, അവരെന്താണ് ചെയ്യുന്നത്, അവര് മോശമായ മാർഗത്തിലൂടെ പോകരുത് എന്നുള്ള ചിന്ത മാത്രം നമുക്കുണ്ടായാൽ മതി. കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്യണം. അതിന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർ തമ്മിൽ സുതാര്യമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. എന്നാൽ മാത്രമേ കുട്ടികൾ നമ്മളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക.